ഹലോ വെൽക്കം ബാക്ക് ടു RJ വ്ളോഗ്സ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും ന്യൂ ഇയറിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ. അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, അവധി ദിവസമാണ്. അപ്പോൾ ഞാൻ കരുതി ഈ വർഷത്തിലെ അവസാനത്തെ വ്ളോഗ് ഇന്ന് തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വ്ളോഗ് കാര്യമായിട്ട് വലിയൊരു വ്ളോഗൊന്നുമല്ല, ഒരു കുഞ്ഞു വ്ളോഗായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഏകദേശം ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മസ്കറ്റിലെ റുവിലുള്ളൊരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. ചട്ടിച്ചോറ് കിട്ടുന്ന ഒരു ഹോട്ടലാണ് അവിടെ. ഒമാനിൽ മസ്കറ്റിൽ ഒരുപാട് ഹോട്ടൽസിൽ കിട്ടും, പക്ഷേ ഞാൻ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഹോട്ടലിലെ ചട്ടിച്ചോറാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്കൊരു ചട്ടിച്ചോറ് സ്പെഷ്യൽ വ്ളോഗാക്കാം. അങ്ങനെ ഞാൻ റിവ്യൂയിലുള്ള ഫാൻറ്റസി റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിച്ചോറ് കിട്ടുന്നൊരു ഹോട്ടൽ. മാത്രമല്ല കേട്ടോ, ഇതൊരു മലയാളി റെസ്റ്റോറൻ്റാണ്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ബിരിയാണി കിട്ടും, മീൽസ് കിട്ടും, പിന്നെ ബാംബു ബിരിയാണി, കപ്പ ബിരിയാണി, അതുപോലെ തന്നെ കപ്പ ഫിഷ് കറി, റാബിറ്റ് മസാല, താറാവ് കറി, കിങ് ഫിഷ് കറി, അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് ചട്ടിച്ചോറ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറയാൻ പറ്റും. ഇതിൽ പപ്പടമുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ ബീഫ് ഉലത്തിയതുണ്ട്, ചമ്മന്തി, അച്ചാറ്, പിന്നെ സാമ്പാർ, തൈര്, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചട്ടിച്ചോറ്. അറിയാലോ, നമുക്ക് ചട്ടിച്ചോറ് കഴിക്കാത്ത ആളുകൾ കുറവായിരിക്കും നാട്ടിൽ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിച്ചോറാണ് ഇവിടുത്തെ ചട്ടിച്ചോറ്. മസ്കറ്റുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ട്രൈ ചെയ്യണം. എന്താ വെച്ചാൽ നല്ല ടേസ്റ്റി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഓൾറെഡി കഴിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും കഴിക്കാൻ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ്. വളരെ ഹെവി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ്. നമുക്ക് ഒരു ചട്ടിച്ചോറൊക്കെ വാങ്ങിച്ച് 2 പേർക്ക് കഴിക്കാം. ഓക്കെ, ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ മറ്റേ സംഭാരം കിട്ടുന്നുണ്ട്, സാമ്പാർ, പരിപ്പ് കറി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ചട്ടിച്ചോറ് വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ മസ്കറ്റിലെ റുവിയിലെ ഫാൻറ്റസി റെസ്റ്റോറൻറ്റ് മറക്കണ്ട, ഫാൻറ്റസി റെസ്റ്റോറൻറ്റ്. അങ്ങനെ നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ച് പുറത്ത് വന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയായിരുന്നു. നല്ല പ്രാവുകൾ ഇങ്ങനെ പറന്ന് പോകുന്നു. അപ്പോൾ അവിടെ കുറേ പേര് വന്ന് പ്രാവുകൾക്ക് തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര പറക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി. നല്ല രസമായിരുന്നു ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ പോയത് മത്ര സൂക്കിലോട്ടാണ്. മത്ര സൂക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാൻ പറ്റും. മത്ര സൂക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഒമാനിലെ. അപ്പോൾ നമ്മളെല്ലാവരും ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലേ. 2023 ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും 2024 ചെയ്യാൻ പറ്റട്ടെ നമുക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടും ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. അപ്പോൾ വീണ്ടും എൻ്റെ പുതിയൊരു വ്ളോഗായിട്ട് 2024 കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.